Hi friends, welcome back to my channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാട്ടത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതെങ്ങനെ ചെയ്യുന്നു നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്തെടുക്കാനുള്ളത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള 2 നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഴം വാട്ടിയെടുക്കില്ലേ, അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ നെയ്യിൽ നന്നായിട്ട് വേവിച്ചെടുക്കുക. ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ നെയ്യിലൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും നല്ല പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ 2 പഴത്തിലേക്കുള്ള സാധനങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം 2 പഴം നല്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള 2 പഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസ് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് ഇട്ട് കൊടുക്കാം. അത് എത്രയാണെന്നൊന്നും പറയുന്നില്ല, അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പഴം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം കേട്ടോ, നെയ്യിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പഴത്തിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, തേങ്ങക്കൊന്ന്. ഇനി അതുപോലെ തന്നെ ആ പഴത്തിൻ്റെ കൂടെ കിടന്നിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് വെന്ത് വരണം. എന്നിട്ട് വേണം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പഴുത്ത പഴം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരമുള്ള പഴം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാര 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ അതിൽ അലിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലൊന്ന് വറുത്തെടുക്കട്ടെ. റവക്കൊന്ന് ആ എന്താ പറയുക പഴത്തിൻ്റെ ഒക്കെ കൂടെ ഒന്ന് ഇട്ടുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക പൊടിച്ചത് ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ പാൽ ഒക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ. അതിൽ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടണം. നമുക്ക് ഈ പഴം നന്നായിട്ട് പാലൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്ക് പഴം ഒക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഡ്രൈ ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. കഴിയുമെങ്കിൽ ഇപ്പം തന്നെ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട്. അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ഒന്ന് കയ്യിൽ കുറച്ച് എണ്ണ ഒക്കെ തടവിയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിലിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉന്നക്കായൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ടെടുക്കാം. നല്ല ടേസ്റ്റായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടത്.
നമുക്കെല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. നല്ല പഴുത്ത പഴമാകുമ്പോഴാട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാൻ. അപ്പോൾ നല്ല പഴുത്ത പഴം തന്നെ ഇതിനായിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്, ചെറിയ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടായ ഓയിലിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല എന്താ പറയുക, ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഓൾറെഡി എല്ലാം കുക്കായ സാധനമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആയി കിട്ടുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.